കൂട്ടുകാരെ, ഇത് വെള്ളരിച്ചുരം എന്ന കൊച്ചു ഗ്രാമം. ഈ ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിലാണ് ചിങ്കുവിൻ്റെയും സോമുവിൻ്റെയും താമസം. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. എടാ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്തു സ്വപ്നം? അതെ, നമ്മുടെ ആഗ്രഹം പോലെ ആകാശത്തു കൂടെ പറക്കുന്നതും കാഴ്ചകളൊക്കെ കാണുന്നതും. നീ വെളുപ്പാങ്കാലത്താണോ കണ്ടത്? അതെ. എടാ, പണ്ട് ഇട്ടാലി അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട്, വെളുപ്പാങ്കാലത്തു കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന്. അതെങ്ങനെ? മനുഷ്യരായ നമുക്ക് എങ്ങനെ ചിറകുമുളയ്ക്കും? എടാ, അതിനൊക്കെ വഴിയുണ്ട്. നമുക്ക് ഉച്ചനെല്ലിക്കാട്ടിൽ പോയി ആര്യപ്പൻ സന്യാസിയോട് ചോദിക്കാം. ഉച്ചനെല്ലിക്കാടോ? അതെവിടാ? അതിനൊക്കെ വഴിയുണ്ട്, നീ എന്റെ കൂടെ വാ. ഇതാണ് ഉച്ചനെല്ലി ഗ്രാമം. ഈ കാണുന്ന വഴിയിലൂടെ നേരെ പോയാൽ ഉച്ചനെല്ലിക്കാട്ടിലെത്താം. കാറ് നമുക്ക് ഇവിടെ നിർത്തിയിടാം. ഇവിടെ എങ്ങും ആരുമില്ലല്ലോ. ഇതാണ് ഉച്ചനെല്ലിക്കാട്. ഇനി സൂക്ഷിച്ചും കൊണ്ട് നടന്നോണം. ഹായ്, രണ്ട് മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ അത്? ഒന്ന് പേടിപ്പിച്ചിട്ട് തന്നെ കാര്യം. ദൈവമേ, ചതിച്ചോ? എന്തു ചെയ്യും? വടി ഇട്ടിരുന്നെങ്കിൽ. ആ കാണുന്നതൊരു വാളല്ലേ? നീ പേടിക്കണ്ട, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. അയ്യോ 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 അയ്യോ, ഇതൊരു അത്ഭുത വാളാണല്ലോ. കളയണ്ട, ആവശ്യം വരും. എടാ, ദേ നോക്ക്, ആ മരം നിറയെ പഴങ്ങൾ. ഹായ്, ശരിയാ, എന്തുമാത്രം പഴങ്ങളാ. പക്ഷെ ഇതെങ്ങനെ പറിക്കും? അതിനൊക്കെ വഴിയുണ്ട്, നീ ഇവിടെ നിക്ക്. ഹായ്, എന്തു മധുരം. ശരിയാ. വെറുമൊരു പാമരരാം പാട്ടുകാരൻ. വെറുമൊരു പാമരരാം പാട്ടുകാരൻ. ചേട്ടന്മാരെ, എങ്ങോട്ടാ? ദേ നോക്ക്, ഒരു പുഴു. എന്താ നിന്റെ പേര്? എന്റെ പേര് കൺമണി. നല്ല സ്റ്റൈലൻ പേര്. അതിരിക്കട്ടെ, നിങ്ങളെ ഇതിനു മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ.
ഞങ്ങളങ്ങ് വെള്ളരിച്ചുരം ഗ്രാമത്തിൽ നിന്ന് വരിക. ആ, എന്താ കാര്യം? അത് ഞങ്ങൾക്ക് ആര്യപ്പൻ സന്യാസിയെ കണ്ട് ഒരു കാര്യം സാധിക്കാനുണ്ട്. ആര്യപ്പൻ സന്യാസിയെ കാണാൻ ഞാനും വരട്ടെയോ കാടു നീളെ? അയ്യോ 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 അയ്യോ, നമ്മുടെ കൺമണി. ഓം ഓം. അതാണ് ആര്യപ്പൻ സന്യാസി. ഓം ഓം. എന്താണ് പൈതങ്ങളെ ഈ വനത്തിൽ തനിയെ? വേഗം പൊയ്ക്കൊള്ളൂ. നിറയെ വന്യജീവികളുള്ള വനമാ. പ്രഭു, ഞങ്ങൾ അങ്ങയെ കാണാൻ വന്നതാണ്. എന്നെ കാണാനോ? എന്താ കാര്യം? അങ്ങ് ഞങ്ങൾക്ക് പറവകളെപ്പോലെ പാറി നടക്കാനുള്ള വരം തരണം. വരമോ? അങ്ങ് എതിരൊന്നും പറയരുത്, ഞങ്ങളുടെ വലിയ ആഗ്രഹമാ. അയ്യോ, എനിക്കങ്ങനെ വരം നൽകാനുള്ള കഴിവൊന്നുമില്ല. ഏതായാലും നിങ്ങൾ വിഷമിച്ച് വന്നതല്ലേ, ഞാനൊരു വഴി ഉണ്ടാക്കാം. എന്തു വഴി? ഈ ഉച്ചനെല്ലിക്കാട്ടിൽ നല്ലവനായ ഒരു രാക്ഷസനുണ്ട്. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ രാക്ഷസന്റെ പേരാണ് കിഞ്ചൻ രാക്ഷസൻ. ഈ രാക്ഷസന് പറക്കാനുള്ള കഴിവുണ്ട്. നിങ്ങളെ അവൻ ആകാശത്തിലൂടെ സഞ്ചരിപ്പിക്കും. അവനെ ഞാൻ ഇവിടെ കൊണ്ടുവരാം. ആ രാക്ഷസനിപ്പോൾ എവിടെയാ ഉള്ളത്? ഏയ് കിഞ്ചൻ രാക്ഷസ, നീ ഇവിടെ പ്രത്യക്ഷപ്പെട്ടാലും ഭയപ്പെടേണ്ട, ഇവൻ നിങ്ങളുടെ മിത്രമാണ്. എന്തിനാണ് പ്രഭു എന്നെ വിളിപ്പിച്ചത്? ഏതാണ് ഈ ഇളം കുരുന്നുകൾ? നീ ഇവരെ ആകാശത്തിലൂടെ സഞ്ചരിപ്പിക്കണം. ആട്ടെ, എന്താണ് നിങ്ങളുടെ പേര്? ഞാൻ ചിങ്കു. ഞാൻ സോമു. മിടുക്കന്മാർ. എന്നാല് നമുക്ക് പോവാം. രണ്ടുപേരും എന്റെ ചുമലിൽ കയറിക്കോളൂ. അല്ല, നമ്മുടെ കൺമണി എവിടെ? ഞാനിവിടെ ഉണ്ടേ. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പോലെ ആകാശത്തിലെ കാഴ്ചകളൊക്കെ കാണൂ. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാകും. എങ്ങനെയുണ്ട് കാഴ്ചകൾ? ആയ്, നല്ല രസം. ഇവൻ ഭീകരപക്ഷി. ആകാശത്തിലെ ജീവജാലങ്ങൾക്ക് ഇവൻ പേടി സ്വപ്നമാണ്. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, അയ്യോ, കിഞ്ചൻ രാക്ഷസ, അവനെ രക്ഷിക്ക്. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ.
ഇന്നത്തേക്കുള്ള ശാപ്പാട് കുശാൽ. രക്ഷിക്കണേ രക്ഷിക്കണേ. മിണ്ടാതിരിയടാ, ഇവിടെ നിന്റെ അലർച്ച ആര് കേൾക്കാനാ? ഇവിടെ എങ്ങും ഇല്ലല്ലോ. ചിങ്കു ചിങ്കു നീ എവിടെയാ? രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? ദൈവമേ എന്നെ കാത്തോണേ. ദാ നമ്മുടെ ചിങ്കു. അയ്യോ, അവൻ ഇപ്പൊ കടലിലേക്ക് വീഴും. സോമു, മുറുക്കി പിടിച്ചോ, നമ്മൾ കടലിലേക്ക് പോവാൻ തുടങ്ങുവാ. ഇവിടെ എങ്ങും ഇല്ലല്ലോ. ഞങ്ങളുടെ ചിങ്കുവിനെ കണ്ടോ? ചിങ്കുവോ? ഞാൻ ശ്രദ്ധിച്ചില്ല. അതിരിക്കട്ടെ, എന്താ കാര്യം? അത്